ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അത്രയും നല്ലതാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് രാവിലെ ഞാൻ ഉറക്കം എണീറ്റത്. നിങ്ങളൊക്കെ അങ്ങനെയാണോ? അതേ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ആദ്യം തുറന്ന് നോക്കുന്നത് എന്താ? ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒക്കെ അല്ലേ? അല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ചെയ്യുന്നത് രാവിലെ അലാറം അടിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ ഓഫ് ചെയ്ത് ഒരറ്റത്തേക്ക് വെച്ചിട്ട് ആദ്യം ചെന്ന് കണ്ണാടി നോക്കും. കണ്ണാടി നോക്കി ഞാൻ എനിക്ക് തന്നെ ഒന്ന് ഗുഡ് മോർണിംഗ് പറയും. എന്നിട്ട് ദൈവം തന്ന ജീവിതത്തിന് അല്ലെങ്കിൽ നന്മകൾക്കായിട്ട് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന നന്മകൾക്കായിട്ട് ദൈവത്തിനോട് ഒന്ന് നന്ദി പറയും. നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് തന്ന നന്മകൾ നമ്മളെ ചുറ്റിലും നോക്കിയാൽ അറിയാം, ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പുറമേ നിന്ന് കാണുന്നതിലല്ല, പക്ഷേ അവരറിയണമെങ്കിൽ, അവരെ മനസ്സറിയണമെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുക തന്നെ ചെയ്യണം. ചെയ്താൽ മാത്രമേ ഓരോരുത്തരും എന്തെല്ലാം പ്രശ്നത്തിലാണ് അവർ അതിജീവിച്ചാണ് മുന്നോട്ട് വന്നതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അല്ലേ? പുറമേ നിന്ന് കണ്ട് ആരെയും വിലയിരുത്താൻ പറ്റത്തില്ല. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ ഹാപ്പി ആയിട്ടാണ് ഉറക്കം എണീറ്റത്. വന്നിട്ട് ഒത്തിരി തുണികളൊക്കെ ഉണ്ടായിരുന്നു നനയ്ക്കാനായിട്ട്. തലേ ദിവസം ഒന്നും തുണി നനയ്ക്കാൻ കൈ വയ്യാത്തത് കൊണ്ട് ഇത്തിരി മടിച്ചൊക്കെയാണ് ചെന്ന് കിടന്നത്. വേദനയോടെയാണ് ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത്. ഇന്ന് രാവിലെ എനിക്ക് വന്നു. അടുക്കളയിലൊന്നും കയറാൻ അധികം നിന്നില്ല. രാവിലെ ചായ മാത്രം ഇട്ടു, അമ്മയ്ക്കും കൊടുത്തു, ഞാനും കുടിച്ചു. കൊച്ചുങ്ങളും ചേട്ടനൊക്കെ ഇത്തിരി ലേറ്റായി എനിക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ താമസിച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഞാൻ രാവിലെ തന്നെ തുണി നനപ്പ് പരിപാടി അങ്ങ് തുടങ്ങി. ഇഷ്ടംപോലെ തുണി ഉണ്ടായിരുന്നു നനയ്ക്കാനായിട്ട്. അതെല്ലാം നനച്ചിട്ട് വന്നപ്പം 6:45 കഴിഞ്ഞായിരുന്നു. പിന്നെ എനിക്കൊന്നിനും സമയം കിട്ടിയില്ല. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, കാരണം ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു വെച്ചത് കാപ്പിക്ക്. പിന്നെ കാപ്പിക്കായിട്ട് അപ്പത്തിൻ്റെ മാവും അതെല്ലാം ഞാൻ കലക്കിയൊക്കെ വച്ചിരുന്നു. അങ്ങനെ അമ്മ എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഒന്ന് ഇന്നത്തെ കാപ്പി ഒന്ന് രാവിലെ ഉണ്ടാക്കണേന്ന് പറഞ്ഞു. സന്തോഷത്തോടെ തന്നെ അമ്മ രാവിലെ കാപ്പി ഉണ്ടാക്കി. ഞാൻ കുളിച്ച് ഫ്രഷായി വന്നപ്പോഴത്തേക്ക് രാവിലെ പതിവില്ലാതെയാണ് രാവിലെ ചെന്ന് കാപ്പി കഴിക്കുന്നത് കേട്ടോ. ഞാൻ കാപ്പി കഴിച്ചു. രാവിലെ തന്നെ കാപ്പി കഴിച്ചിട്ട് ഇറങ്ങിയപ്പം ബസ്സിൽ സ്ഥിരം എനിക്ക് പൂ തരുന്ന ഒരു കൊച്ചുണ്ട് കേട്ടോ. എനിക്ക് ഒരു കൊച്ച് മാത്രമല്ല, എല്ലാ പിള്ളേരും എന്തെങ്കിലും ഒരു പൂ എനിക്ക് തരും. ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. അതിലൊരു കൊച്ച് എനിക്ക് ഡെയിലി മുല്ലപ്പൂ മുല്ലപ്പൂ അല്ല, പിച്ചിപ്പൂ കൊണ്ട് തരാറുണ്ടായിരുന്നു. ഞാനത് വാങ്ങിച്ച് വെക്കാറുമുണ്ട്, കെട്ടി വെക്കാറുമുണ്ട്. അപ്പോൾ ഇന്ന് ആ കൊച്ച് എന്നോട് പറഞ്ഞു, ആൻറ്റി എനിക്ക് ഈ പൂ ഒന്ന് കെട്ടി എനിക്ക് തരണേ ആൻറ്റി എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം തോന്നി. ഇന്ന് ഞാൻ വാങ്ങിച്ചു കെട്ടി ആ കൊച്ചിന് വേണ്ടി ഇന്ന് വൈകുന്നേരം തന്നെ കൊണ്ട് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഇന്ന് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ വന്ന വഴികളാണ് ഭയങ്കര രസമായിരുന്നു. പഴമയെ എന്നെ കുറച്ച് പഴമയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച കുറച്ച് വഴികൾ. ലെങ്ത് കുറവാണ്, അതുകൊണ്ട് തന്നെ എല്ലാം പറയാൻ പറ്റിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.